വചനത്തിന് സ്വന്തം വ്യക്തിത്വത്തിൽ രൂപം നൽകിക്കൊണ്ട് വചനമായ ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുക. വചനബദ്ധ ജീവിതത്തിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തുക. ദൈവാശ്രയമാകുന്ന നീർച്ചാലിൽ നിന്ന് ആവോളം ജലം ആഗിരണം ചെയ്ത് മുളച്ച് തളർത്ത് ഫലം ചൂടി ഇല കൊഴിയാതെ പുഷ്ടിയോടെ ദൈവിക സാന്നിധ്യം കണ്ടുമുട്ടുന്നവരിലേക്ക് പ്രസരിപ്പിച്ച ധന്യ വ്യക്തിത്വത്തിനുടമയാണ് മേരി മക്കൾ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ ജോസഫ് കുഞ്ഞാലിയിലച്ചൻ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തോടൊത്തുചരിച്ച് അവിടുത്തെ ഹൃദയസ്പന്ദനം ഏറ്റുവാങ്ങി പ്രത്യുത്തരം നൽകി ദൈവകരങ്ങളിലെ ശ്രേഷ്ഠമായ ഉപകരണമായി തീർന്നവൻ. നടുന്നവനോടും നനയ്ക്കുന്നവനോടുമൊപ്പം വഴിയും വെളിച്ചവുമായി വർത്തിച്ച് ദൈവം വളർത്തുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ കർമ്മയോഗി. നിരന്തരം തായ്തണ്ടിനോട് ചേർന്നിരുന്ന് ജീവരസം വലിച്ചെടുത്ത് ശാഖകളിലൂടെ ഫലം ചൂടണമെന്ന് ജീവിതത്തിലൂടെ വ്യക്തമാക്കിയവൻ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിർമ്മല മനസാക്ഷിക്കുടമയായി നിഷ്കളങ്കതയോടെ വ്യാപരിച്ച് തിരുവചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച് വചനമായി വചനമേകുവാൻ തൻ്റെ മക്കൾക്ക് വഴിയും വെളിച്ചവുമായി തീർന്ന ധന്യ ജീവിതത്തിന് ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് കുഞ്ഞാലിയിലച്ചൻ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ലളിതമായ ജീവിതശൈലിയിലൂടെ അവരൻ്റെ ജീവിതത്തെ ദൈവിക സാന്നിധ്യത്തിലേക്ക് നയിക്കുവാൻ ബഹുമാനപ്പെട്ട വല്യച്ഛന് സാധിച്ചു. നിഷ്കളങ്കതയോടെ നിഷ്കപടതയോടെ ജീവിച്ച് ശിലാഹൃദയങ്ങളെ മാംസളമാക്കുവാൻ ശത്രുവിൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് അവൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി സഹായിച്ച് തൻ്റെ സ്നേഹവലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അച്ഛന് സാധിച്ചു. പ്രതിസന്ധികളിൽ ശക്തി പകർന്നും സങ്കടങ്ങളിൽ ആശ്വസിപ്പിച്ചും ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം അനേകർക്ക് പകർന്നുകൊടുത്തു. തിരുവചനത്തിൻ്റെ പ്രകാശത്തിൽ ജ്വലിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ദൈവാനുഭവത്തിലൂടെ മാധുര്യം രുചിച്ചറിഞ്ഞ് ജീവിത സാഹചര്യങ്ങളിൽ തന്നെ മുറിച്ചു വിളമ്പിയ വല്യച്ഛൻ്റെ കാലടികളെ അനുധാവനം ചെയ്ത് ദൈവസ്നേഹത്തിൽ ലയിച്ച് ആ സ്നേഹത്തിൻ്റെ പ്രകാശരശ്മിയായി പ്രശോഭിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.